ഹായ് ഹലോ. സീക്രട്ട് ടൈൽസിൻ്റെ ഇന്നത്തെ യാത്ര റോസ്മല വ്യൂ പോയിന്റിലേക്കാണ്. കൊല്ലം ജില്ലയിലെ അധികം സഞ്ചാരികൾ എത്തിച്ചേർന്നിട്ടില്ലാത്ത ഒരു പ്രദേശമാണ് റോസ്മല വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി കണക്ട് ചെയ്യുന്ന റോഡിലൂടെയാണ്. അതായത് ആര്യങ്കാവ് വഴി കടന്നു പോകുന്ന റോഡിലൂടെയാണ്. തെന്മല ഡാമിൻ്റെ ഏകദേശം അടുത്ത് ഇവിടെ കുറേയധികം കച്ചവടക്കാരെയൊക്കെ നമുക്കിങ്ങനെ വഴിയിൽ കാണാൻ പറ്റും. ഡാമിൻ്റെ വ്യൂ ആണ്. തെന്മല പാലത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തെന്മല പാലം കഴിയുമ്പോൾ തന്നെ അണ്ണന്മാരെയൊക്കെ ഇവിടെ കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡാമൊക്കെ കാണാൻ പറ്റും. ഡാം കഴിയുമ്പോൾ നമുക്ക് ഡാമിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഒക്കെ ഇവിടെ കാണാം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തെന്മല ടൗണിലേക്ക് എത്തിച്ചേർന്നു. തെന്മല ടൗൺ എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് കടകളൊക്കെ ഉണ്ട്. അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലമാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച പല ആളുകളും ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന 13 കണ്ണറ പാലം. 13 കണ്ണറ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ആത്മബന്ധമുണ്ട്. അപ്പോൾ കേരളത്തെ തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റെയിൽപാത പോകുന്നത് ഇതിൻ്റെ മുകളിലൂടെയാണ്. ശേഷം നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നു. നമുക്കിവിടെ പാലരുവി വാട്ടർഫാൾസിലേക്കുള്ള എൻട്രൻസ് കാണാം. അതും കഴിയുന്ന സമയത്ത് ആര്യങ്കാവ് വന്നിട്ട് നമ്മൾ റൈറ്റ് തിരിയുമ്പോഴാണ്. ഇവിടുന്ന് ഏകദേശം 12 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് റോസ്മലയിലേക്കുള്ളത്. ജീപ്പുകളൊക്കെ നമ്മൾ സൈഡിൽ കണ്ടു. മുമ്പ് അതായത് റോഡൊന്നും വൃത്തിയാക്കിയിട്ടില്ലായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജീപ്പുകളിലായിരുന്നു സഞ്ചാരികൾ എത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഇതൊക്കെ മാറി. ഇന്ന് നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. ചെറിയൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനിയും എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ജൂൺ മാസമായതുകൊണ്ട് തന്നെ നല്ല മഴ കിട്ടുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തത്. ശരിക്കും പറഞ്ഞാൽ മഴക്കാടുകളിൽ പോയി അതിൻ്റെ ഭംഗി എന്താണെന്ന് നേരിട്ട് കാണുക എന്ന് തന്നെയാണ് ഈ യാത്രയുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞങ്ങൾ നായൂരിന്ന് യാത്ര തുടങ്ങിയ സമയത്ത് കൊളത്തൂപ്പുഴ വഴി, തെന്മല വഴി, ആര്യങ്കാവ് വഴിയാണ് ഈ ഒരു റോസ്മലയിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അനിമൽ സൈറ്റിംഗ് ഒക്കെ അധികം പ്രതീക്ഷിക്കാനില്ലെങ്കിലും ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. അതായത് തൊട്ട് മുമ്പത്തെ ദിവസം ആന ഇറങ്ങിയതിൻ്റെ ചില അടയാളങ്ങൾ. അതായത് നമ്മൾ മനസ്സിലാക്കുക, കാട്ടുപോത്ത്, ആന, കരിങ്കുരങ്ങുകൾ, അങ്ങനെയുള്ള ഒരുപാട് പുലിയും ഒക്കെ അടക്കമുള്ള ഒരുപാട് വന്യജീവികളെ പല സമയങ്ങളിലും യാത്രക്കാരും ഇവിടുത്തെ താമസക്കാരും ഒക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. യാത്രക്കാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. വേറൊന്നുമല്ല, 620ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഇന്ന് വെറും 63 കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത്. കാരണം ഇവിടെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ഒഴിപ്പിക്കലുകളൊക്കെ നടന്നു. അപ്പോൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകളേക്ക് മാറ്റി പാർപ്പിച്ചു. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഫോറസ്റ്റ് പിക്കപ്പ് സ്റ്റേഷൻ. ഇവിടെ ഒരു വലിയ ബോർഡ് നമുക്ക് കാണാം. ഇവിടുന്ന് നമ്മുടെ ഡീറ്റെയിൽ എഴുതി വെക്കും. നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ പേരും ഒക്കെ എഴുതിയതിന് ശേഷം മുമ്പോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് കോലിഞ്ചിത്തോട്ടം. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പച്ചമരുന്നിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കോലിഞ്ചി കാണാം. ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസും ഒക്കെ കഴിഞ്ഞു. ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. ഈ കടകളെല്ലാം കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ റോഡിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ റോസ്മലയിലേക്കുള്ള മെയിൻ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഫെസിലിറ്റീസാണുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് വാങ്ങി. അതായത് 83 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. നടന്നാണ് ഇനി മുമ്പോട്ട് പോകാനുള്ളത്. ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ നടന്ന് ഈ ഒരു പാറകളൊക്കെ കയറി കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ചില മരങ്ങളിലൊക്കെ അതിൻ്റെ പേരുകളൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കുറച്ച് മുമ്പോട്ട് നടക്കാനുണ്ട്. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ദൂരം നമുക്ക് മുമ്പോട്ട് നടക്കാനുണ്ട്. മുമ്പോട്ട് നടന്ന് കയറുന്ന സമയത്ത് ചെറിയൊരു കയറ്റമൊക്കെ കയറി വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. വ്യൂ പോയിന്റിലേക്ക് കയറുന്ന സമയത്ത് തന്നെ സൈഡിൽ ഭിത്തിയിൽ അത് പണി കഴിപ്പിച്ച സമയമൊക്കെ എഴുതിയിട്ടുണ്ട്. ശെന്തുരുണി, അതായത് ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് റോസ്മല എന്ന വ്യൂ പോയിന്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് വളരെയധികം ദൂരത്തിൽ ഇങ്ങനെ ഒരു നീർച്ചാല് പോലെ കല്ലടയാറ് ഒഴുകിപ്പോകുന്നതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം മൂടൽ മഞ്ഞൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. ചെറിയ ചാറ്റ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോടമഞ്ഞ് ഇറങ്ങുന്ന സമയമാണ്. നല്ല കാറ്റുണ്ടായിരുന്നു ഞങ്ങളിവിടെ എത്തിച്ചേർന്ന സമയത്ത്. പിന്നെ വിശാലമായിട്ടുള്ള ഇരിപ്പിടമൊക്കെ ഉണ്ട്. ഫാമിലിയായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ കുറച്ച് നേരം ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി മുകളിലേക്ക് പോകാം. മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. സീക്രട്ട് റൈഡ്സിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.